ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പാസ്ത കൊണ്ടുള്ള ഒരു ഐറ്റമാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ അരി കൊണ്ടുള്ള റൈസ് പാസ്ത എടുത്തിട്ടുണ്ട്. NSൻ്റെ റൈസ് പാസ്ത എടുത്തിട്ടുണ്ട്. ഈ ഒരു കവർ 250 ഗ്രാമാണ്. ഇതിൽ നിന്ന് ഒരു 100 ഗ്രാം പാസ്ത എടുക്കാം. ഈ പാസ്ത വേവിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നോക്കാം. പാസ്ത വേവിക്കാനായി ഇവിടെ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഏത് രീതിയിലുള്ള പാസ്ത വേണമെങ്കിൽ എടുക്കാം. ഇത് അരി കൊണ്ടുള്ള പാസ്തയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിനുള്ള പാസ്തയാണ് എടുത്തത്. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാസ്ത പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും ഉപ്പുമൊക്കെ ഇപ്പോഴേ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ എൻ്റേതായ ഒരു രീതിയിലാണ് ഈ പാസ്ത തയ്യാറാക്കുന്നത്, അല്ലാതെ ട്രഡീഷണൽ രീതിയിലൊന്നും അല്ല. നല്ല ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു രീതിയിലാണ് ഞാൻ ഈ പാസ്ത ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത അവിടെ ഇരുന്ന് തിളച്ച് വേകണം. വെന്ത് കുഴഞ്ഞു പോകരുത്, നന്നായിട്ടൊന്ന് വെന്താൽ മതി. അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയം കൊണ്ട് ഇതിനുള്ള മറ്റുള്ള ചേരുവകൾ കൂടി തയ്യാറാക്കാം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഞാനിവിടെ നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത്. സാധാരണ പാസ്ത ഉണ്ടാക്കുമ്പോൾ ബട്ടറിലാണ് ചെയ്യുന്നത്. ഞാൻ വ്യത്യസ്തമായി നെയ്യിലാണ് ചെയ്യുന്നത്. തീ കുറച്ച് വെച്ച് വേണം ഇട്ട് കൊടുക്കാൻ. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലൊരു 5-6 അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. തീരെ ചെറുതാവണമെന്നില്ല, അത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് വലുതായിട്ട് അരിഞ്ഞാൽ മതി. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള വലുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഞാനിവിടെ ഒരു പച്ചമുളക് അരിഞ്ഞത് ചേർക്കുന്നു. ഈ എരിവിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതൊന്ന് വാടി വരണം. ഈ പച്ചക്കറിക്ക് ആവശ്യമായ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇതൊന്ന് വാടി വരട്ടെ. ഇപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഒന്ന് വാടിയിട്ടുണ്ട്. ഇത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക, ഒന്ന് ചൂടാറാൻ വേണ്ടി. ഇത്രയും മതി. ഇത്രയൊന്ന് വാടിയാൽ മതി. അതേ പാൻ തന്നെ അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ചുകൂടി നെയ്യിട്ട് കൊടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ ഈ സമയം ബട്ടർ ചേർക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർക്കുന്നത്. നെയ്യൊക്കെ ഒന്ന് ഉരുകി വരണ സമയത്ത് നമുക്ക് അതിലോട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളമുള്ള മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അത് തീരെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതൊന്ന് കരിഞ്ഞു പോകാതെയാണ് ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നത്. മൈദ ഇട്ട് കൊടുത്തു. ഒരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തു. മൈദയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറു തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം മൈദയൊക്കെ മൂത്ത് ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം.
കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കാം. എപ്പോഴും ചെറു തീയിൽ വേണം വയ്ക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. കട്ടയില്ലാതെ ഇത് ഇനി ബാക്കി പാലും കൂടെ ഒഴിച്ച് ഒന്ന് ലൂസാക്കി എടുക്കാം. അങ്ങനെ മൈദ ചേർത്ത് സോസെല്ലാം ഇവിടെ കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച തക്കാളി, വെളുത്തുള്ളി, ആ കൂട്ടുണ്ടല്ലോ സവാളയൊക്കെ ചേർത്ത് വഴറ്റി അരച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണോ ചേർക്കാം. അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും കൂടി ഈ സമയത്ത് അരച്ച് ചേർക്കാം. ഇതിനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. വേവിച്ച പാസ്ത ഊറ്റിയെടുത്ത് പച്ചവെള്ളത്തിൽ കഴുകി വച്ചിട്ടുണ്ട്. കഴുകി ഊറ്റി വച്ചിരിക്കുകയാണ്. എല്ലാം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാസ്തയും കൂടി ഇട്ട് കൊടുക്കാം. പാസ്തയൊന്നും ഒന്നിനൊന്ന് തൊടാതെ കിട്ടിയിട്ടുണ്ട്. പാസ്ത വേവിച്ച് വച്ചിരുന്ന് ചൂടാറുമ്പോൾ അതങ്ങ് കട്ടിയാകും. അതുകൊണ്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് ലൂസാക്കി വേണം നമ്മൾ ഈ സോസ് തയ്യാറാക്കാൻ. ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് നല്ല കട്ടിയാകും, തിക്കായി വരും. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പൊടി ചേർത്ത് കൊടുക്കുക. സർവ്വസ്വാദും ക്രമീകരിക്കാൻ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുകയാണ്. ഇത്ര പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. അന്നേരമാണ് ഒരു നല്ല ടേസ്റ്റ് വരുന്നത്. നല്ല ഒരു സ്വാദ് കിട്ടാൻ വേണ്ടി കസൂരി മേത്തിയും കൂടി ചേർക്കുകയാണ്. ഒരു നുള്ളു കസൂരി മേത്തിയും കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് കിട്ടും. ഇതിൽ നിന്ന് ഒരു നുള്ളു കസ്തൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവാച്ചീരയിലയാണ്. ഇത്രയും മതി. അപ്പം നല്ല ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം തന്നെ നല്ല കട്ടിയായി. ഇതിനി കൈവിടാതെ ഇളക്കി ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റെഡിയാകും. ഇതിൽ പച്ചക്കറി വേണമെങ്കിൽ ചേർക്കാം. ക്യാരറ്റും ബീൻസ്, ഗ്രീൻ പീസ് എന്ത് വേണമെങ്കിലും ഇതിൽ ചേർത്ത് കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ എന്ത് ആയിട്ട് വേണമെങ്കിലും ഇത് കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്. പച്ചക്കറിയൊക്കെ ചേർക്കുമ്പോൾ കുറേ കൂടി ഹെൽത്തിയാകും. ഞാനിപ്പോൾ അതൊന്നും ചേർത്തില്ല. ഇനി അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഒരു ഉപ്പുമാവ് സ്റ്റൈലിൽ ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ അറിയിക്കണം. അങ്ങനെ അതീവ രുചികരമായ ഗീ പാസ്ത വിളമ്പുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ലൂസായിട്ടിരുന്നപ്പം നല്ല തിക്കായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം.